നിങ്ങൾ പറഞ്ഞാൽ തള്ളാകില്ല, ഞാൻ പറഞ്ഞാൽ അത് തള്ളായി പോകും. കാരണം മറ്റൊന്നുമല്ല, ഞാൻ കേരളത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ശരിയാണല്ലേ? നിങ്ങൾ പറഞ്ഞാൽ തള്ളാവില്ല, ഞാൻ പറഞ്ഞാൽ തള്ളായി പോകും. കാരണം ഞാൻ കേരളത്തിൽ നിന്നാണ് അത് പറയുന്നത്, അതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ കണക്കെടുക്കും. കേരളീയർക്ക് അല്പം ബോധം കൂടുതലാണ്. അതുകൊണ്ട് ആര് വന്ന് തള്ളിയാലും അത് അതേപടി അങ്ങനെ വിഴുങ്ങാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇനി കാര്യത്തിലേക്ക് വരാം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം നമ്മുടെ സുരേഷ് ഗോപിയുടെ ഒരു തള്ളു കേട്ടായിരുന്നു. ആറ്റുകാൽ പൊങ്കാല എന്നത് ഒരു പ്രദേശത്തിലെ ഉത്സവമാണ്. പക്ഷെ അതിൻ്റെ പ്രശസ്തി കൊണ്ട് കേരളത്തിലുടനീളമുള്ള ഭക്തർ ചെറിയ തോതിൽ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ വരുന്നുണ്ട് എന്നത് വാസ്തവമാണ്. അതേപോലെ തന്നെ വിദേശത്തു നിന്നും ചെറിയ തോതിൽ ആളുകൾ എത്താറുണ്ട്. എന്നിരുന്നാലും ആറ്റുകാൽ പൊങ്കാലയുടെ പ്രാദേശിക അവധിയാണ്. അതിന് കാരണം അത് ഒരു പ്രദേശത്തെ മാത്രം ഉത്സവമാണ്. ഇനി നമ്മുടെ കേന്ദ്ര സഹമന്ത്രി പറഞ്ഞത് ജില്ലയിൽ ഒരടുപ്പ് വെച്ചെങ്കിലും പൊങ്കാലയ്ക്ക് കാണുമെന്നാണ്. കേരളത്തിൽ ആകെ 14 ജില്ലകളെ ഉള്ളൂ എന്നറിയുക. പൂർണ്ണമല്ല. കാരണം തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജില്ലയിലും ഒരടുപ്പെങ്കിലുമുണ്ട്. എത്ര ആയിരം അടുപ്പാണെന്നുള്ളത് നിങ്ങൾ പറ. പിന്നെ സുരേഷ് ഗോപി പറഞ്ഞത് 70 മില്യൺ എന്ന് വെച്ചാൽ 7 കോടി. 2011 ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത്. ആ സെൻസസ് പ്രകാരം കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 3,33,87,677 അതിൽ പുരുഷന്മാർ 1,60,20,290 പേരും സ്ത്രീകൾ 1,73,66,387 പേരുമാണ്. ശരി, എന്തായാലും പോട്ടെ. കേരളത്തെ മൊത്ത ജനസംഖ്യ 4 കോടി എടുക്കുക. അതിൽ 2 കോടി സ്ത്രീകൾ എന്ന് വയ്ക്കുക. ഈ 2 കോടി എവിടെ കിടക്കുന്നു? സുരേഷ് ഗോപി പറഞ്ഞ 7 കോടി എവിടെ കിടക്കുന്നു? അപ്പം നിങ്ങൾ തന്നെ തീരുമാനിക്കൂ, ഈ തള്ള ആരാണ് നടത്തിയതെന്ന്. അതോ അദ്ദേഹത്തിന് കോടിയും ആയിരവും തമ്മിലുള്ള വ്യത്യാസം അറിയാഞ്ഞിട്ടാണോ? ഇന്നിപ്പോ കണക്ക് പറയുന്നത് ഏതാണ്ട് 70 മില്യൺ പൊങ്കാല ഇടുന്നു എന്നാണ്. 70 മില്യൺ പൊങ്കാല ഇടുന്നു എന്നാണ്. തള്ളുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് തള്ളണ്ടേ ആരായിരുന്നാലും. പിന്നെ ചാണകത്തിൽ കാല് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെയാണ്.